റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രി കെ.പി. ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ. ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണ കേസിൽ കുടുക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞെന്നാണ് സുധീർ മലയിലിന്റെ വെളിപ്പെടുത്തൽ. മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാത്തതിലുള്ള പ്രതികാരമാണ് ഗണേഷ് കുമാർ തീർത്തത്. സോളാർ പരാതിക്കാരി ഗണേഷ് കുമാറിന്റെ വസതിയിലും ഓഫീസുകളിലും നിത്യസന്ദർശകയായിരുന്നുവെന്നും സുധീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എ വി ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചാണ്ടിയുമ്മനും ഗണേഷ് കുമാറും തമ്മിലുള്ള ചില വാക്പോരുകൾ നമ്മൾ കണ്ടതാണ്. ഇതിലിപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണമായി എത്തിയിരിക്കുന്ന മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിലാണ്. എന്താണ് പറയുന്നത്? അതായത് ശ്രുതി, ഈ കേസുമായി ബന്ധപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് സുധീർ മലയിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് മന്ത്രി കെ.പി. ഗണേഷ് കുമാറിനെതിരെ ഉന്നയിക്കുന്നത്. ഇദ്ദേഹം 2011 കാലഘട്ടത്തിൽ 13 വരെ കെ.പി. ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. ആ ഘട്ടത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് കെട്ടിച്ചമച്ചതാണ്, ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. അതിന് പിന്നിൽ മന്ത്രി കെ.പി. ഗണേഷ് കുമാറാണെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയും ഈ സുധീർ മലയിൽ നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതിയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം മൊഴി നൽകി. ആ മൊഴിയിലും ഈ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. പണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെ മാറ്റുകയും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റി, പിന്നീട് വിവാദങ്ങൾ അവസാനിച്ചാൽ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാമെന്നൊരു വാഗ്ദാനം ഉമ്മൻചാണ്ടി നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ഗണേഷ് കുമാറിന് മന്ത്രിയായി തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ സരിത എസ് നായരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം കെട്ടിച്ചമച്ചതെന്നാണ് ഇദ്ദേഹം എന്തായാലും കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗൂഢാലോചന നടന്നു എന്ന് അന്നത്തെ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം തന്നെ തുറന്നു പറയുമ്പോൾ അതിന്റെ ഗൗരവം വളരെ വലുതാണ്. ഒപ്പം തന്നെ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള ഗൂഢാലോചന ഉണ്ടായി എന്ന കാര്യമാണ്. 2013 അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഒരു ഗാർഹിക പീഡന കേസ് നൽകുകയും രജിസ്റ്റർ ആകുകയും ചെയ്തു. മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. തിരികെ എടുക്കാമെന്ന് പറഞ്ഞ ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് അതികഠിനമായ ശത്രുത വെച്ചു പുലർത്തിയ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും, അദ്ദേഹത്തെ പെണ്ണുകേസിൽ കൊടുക്കും എന്ന് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ശേഷം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണ കേസിലും മറ്റു UDF നേതാക്കന്മാരെ ഇതുപോലെയുള്ള പെണ്ണുകേസിലും പെടുത്തി സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പല തവണകളിലായി സരിത എസ് നായരും ഗണേഷ് കുമാർ സാറും തമ്മിലുള്ള അടുപ്പത്തെ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സോളാർ വിവാദം വീണ്ടും കത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഇതിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ സുധീർ മലയിൽ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് എത്തുന്നത്? അതായത് ശ്രുതി, വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം 2021 മുതൽ തന്നെ നിയമ പോരാട്ടത്തിലാണ്. ആ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കര കോടതിയിൽ ഈ സുധീർ മലയിൽ ഇത്തരത്തിൽ ഗണേഷ് കുമാറിനെതിരെ മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് താൻ അന്ന് പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഘട്ടത്തിൽ ഈ സോളാർ കേസിലെ പരാതിക്കാരി നിരന്തരം ഇത്തരത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. മന്ത്രി എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്തരത്തിലൊരു ബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കെ.പി. ഗണേഷ് കുമാർ തന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച വൈരാഗ്യത്തിൽ പിതൃതുല്യനായ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിൽ ഒരു ലൈംഗിക ആരോപണം കെട്ടിച്ചമച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതെല്ലാം തന്നെ താൻ നേരിട്ട് കണ്ട മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉറപ്പിലാണ് ഇക്കാര്യം പറയുന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വൈരാഗ്യം തന്നെയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് നയിച്ചത്. ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ പരാതിക്കാർ ആദ്യം എഴുതിയ കത്തിലുൾപ്പെടെ പിന്നീട് ഉമ്മൻചാണ്ടിയുടെ പേരുൾപ്പെടെ എഴുതി ചേർക്കുന്നതിൽ ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കൊട്ടാരക്കര കോടതിയിൽ നടക്കുന്നൊരു വിഷയമാണ്. കോടതിയിൽ ഇദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് മൊഴി നൽകിയതിന് പിന്നാലെയാണ് ഇദ്ദേഹം ആദ്യമായൊരു പ്രതികരണം റിപ്പോർട്ടർ ടിവിയോട് നടത്തുന്നത്. അതിലാണ് ഇപ്പോൾ എന്തായാലും ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണമുള്ളത്. അതായത് സോളാർ കേസ് കെട്ടിച്ചമച്ചതാണ്, അതിനെല്ലാം പിന്നിൽ ഗണേഷ് കുമാർ എന്നാണ് സുധീർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.